ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സിഗ്നേച്ചർ ലോഗോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോയേക്കാം. സിഗ്നേച്ചർ ലോഗോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിന് തന്നെ ഫോണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളവിടെ സെർച്ച് ചെയ്യാം. DAFont.com എന്നൊന്ന് കറക്റ്റായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫോണ്ടുകളൊക്കെ കിട്ടുന്നൊരു വെബ്സൈറ്റിലോട്ട് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് ഹോം പേജ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഫോണ്ടുകളുണ്ട്. നമുക്ക് എണ്ണി തീരാൻ പറ്റാത്തതിനധികം ഫോണ്ടുകൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഫോണ്ടുകൾ ഡൗൺലോഡ് എടുക്കാം. നമുക്ക് ഈ ഒരു സിഗ്നേച്ചർ ഫോണ്ട് എടുക്കാനായിട്ട് നിങ്ങൾക്ക് മേലായിട്ടൊരു ബോക്സ് കാണാൻ സാധിക്കും. ആ ഒരു ബോക്സിനകത്തോട്ട് ചെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആ ഒരു സ്ക്രിപ്റ്റ് എന്നുള്ള കാറ്റഗറീസിനകത്ത് നിങ്ങൾക്ക് മൂന്നാമത് കിടക്കുന്ന ഹാൻഡ് റിട്ടൺ എന്ന് പറയുന്ന ആ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് സെലക്ട് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സിഗ്നേച്ചർ ലോഗോ ഫോണ്ടുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ കാണാം ഒരുപാട് ഹാൻഡ് റൈറ്റഡ് ലോഗോസുകളുണ്ട്. നമുക്കിനി ഇതിൽ കൂടുതൽ വേറെ രീതിയിലുള്ള ഫോണ്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തറയിലായിട്ട് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോകാം, മൂന്നാമത്തെ സെക്ഷനിലോട്ട് പോകാം. അങ്ങനെ നിങ്ങൾക്ക് 387 സ്ക്രിപ്റ്റ് ഫോണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞാനിപ്പം ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോണ്ടിനകത്ത് നമുക്ക് സൈഡിലായിട്ട് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു ഫയൽ മാനേജറിലോട്ട് ഈ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനൊരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് നമ്മുടെ ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോണ്ട് എന്ത് ചെയ്യുക, അവിടെ സെലക്ട് ചെയ്യാം. ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്യുന്ന ഫോണ്ട് സിപ്പ് ഫയലായിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്കതിന് എക്സ്ട്രാക്റ്റ് ചെയ്യണം. എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രാക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫോണ്ട് എക്സ്ട്രാക്റ്റ് ആവുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ മൊബൈൽ ഫയൽ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾ എക്സ് അർച്ചീവർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ഫോണിലെ സ്ട്രിപ്പ് ഫയൽസൊക്കെ നമുക്ക് ഇത് ചെയ്യാവുന്നതായിരിക്കും, എക്സ്ട്രാക്ട് ചെയ്യാവുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു സിഗ്നേച്ചർ ഫോണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഇനി കാണിച്ചു തരാം. ഇനി നമുക്ക് Pixellab ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് തറയിലായിട്ട് ഒരു എ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു എ എന്ന് പറയുന്ന സെക്ഷനിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് തറയിലായിട്ട് AB ഫോണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഒരു AB ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മേലായിട്ട് രണ്ടാമത് കിടക്കുന്ന മൈ ഫോണ്ട് എന്നുള്ള സെക്ഷനിലോട്ട് പോകാം. ഇവിടെ നിങ്ങൾക്ക് മേലായിട്ട് ആഡ് ഫയൽ എന്നതിൻ്റെ ഒരു ലോഗോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ആഡ് ഫയൽ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മുമ്പേ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഫോണ്ട് എന്ത് ചെയ്യുക, ആ അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അത് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ടെസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് സിഗ്നേച്ചർ ലോഗോയ്ക്ക് അത് ആഡ് ചെയ്യേണ്ട നെയിം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇപ്പം SP വ്ളോഗ്സ് എൻ്റെ ചാനലിൻ്റെ നെയിം തന്നെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ അത് ടൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമുക്ക് സിഗ്നേച്ചർ രൂപത്തിലാക്കാം. അതിനായിട്ട് നമുക്ക് ആ ഫോണ്ട് എന്നുള്ള സെക്ഷനിൽ പോയിട്ട് നമ്മൾ മുമ്പേ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ഫോണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിഗ്നേച്ചർ ലോഗോ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ നെയിം വെച്ചിട്ടുള്ളൊരു ഫോണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ വേറൊന്നും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫോണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കിടുക്കനൊരു ഫോണ്ട് ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താൽ നമുക്കൊരു ട്രാൻസ്പെയറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കി മാറ്റണം. എന്നിട്ട് നമുക്ക് തറയിലായിട്ടൊരു ഓപ്ഷൻ സെക്ഷനിൽ കാണാം. മൂന്നാമത്തെ ആ ഒരു സെക്ഷനിലോട്ട് പോയിട്ട് ട്രാൻസ്പെയറൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ട്രാൻസ്പെയറൻറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഇമേജ് വേണമെങ്കിലും ഈ ഒരു ടെക്സ്റ്റ് കൊണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വേറെ ഒന്നും വരില്ല, നമുക്ക് ടെക്സ്റ്റ് മാത്രമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതായിരിക്കും. ഇനി നമുക്ക് സേവ് ചെയ്യാണ്ട് മേലിട്ടുള്ള സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫോട്ടോയ്ക്കകത്ത് ജസ്റ്റ് ആഡ് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ Pixellab ആപ്ലിക്കേഷനകത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ആ ഒരു ഫോട്ടോയ്ക്കകത്തോട്ട് എങ്ങനെ ആ ഒരു സിഗ്നേച്ചർ ഫോണ്ട് ലോഗോ ആഡ് ചെയ്യുമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്യാലറിയിൽ നിന്ന് നമ്മൾ മുമ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചുള്ള ആ ഒരു ഫോണ്ട് എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു സിഗ്നേച്ചർ ലോഗോ അവിടെ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാം SP വ്ളോഗ്സിൻ്റെ ഒരു സിഗ്നേച്ചർ ലോഗോ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിടുക്കാനായിട്ട് ഇതുപോലുള്ള നിങ്ങളുടെ നെയിമൊക്കെ വെച്ചുകൊണ്ടുള്ള സിഗ്നേച്ചർ ലോഗോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കണം, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്കിതിൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.